വെൽക്കം. ജിനോസ് ഫിസിക്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ പോയിൻറ്റ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സി അസ്യൂം 2 points A and B. And this is the direction of electric field. If the distance between these two point as dr or dl അങ്ങനെ നമുക്ക് എടുക്കാം. say dr എന്ന് എടുക്കുന്നു. dr, if it is dr, the distance between 2 points. ഇപ്പോൾ ബിയിൽ നിന്ന് എയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകുമ്പോൾ ശരിക്കും ഇൻറ്റൻസിറ്റിക്ക് എഗൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യണം, അല്ലേ? നമുക്കറിയാം. ദെൻ വാട്ട് ഈസ് ദി ഫോഴ്സ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്? ഫോഴ്സ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് F is equal to QE, അല്ലേ? QE. Q യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +1 കൂളം കൊടുക്കാം. ഓക്കെ, ഇഫ് ഫോർ എ ചാർജ് Q then F equal to QE. Ready? Now, if the charge is moving, if Q amount of charge is moving from B to A, ബിയിൽ നിന്ന് എയിലേക്ക് പോവുകയാണ്. This is the direction of Q charge move ചെയ്യാണ്. Then what is the work done against the electrostatic force? ഈ ഫോഴ്സിന് അഗൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഡൺ, അല്ലേ? അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുകയാണ്. വാട്ട് ഈസ് ദി വർക്ക് ഡൺ? in moving from B to A, ആ വർക്ക് കാണാൻ. ആ വർക്ക് നമുക്കറിയാം, ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എ മൈനസ് വി ബി. ഇറ്റ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ് ആ വർക്ക് ഡൺ, അല്ലേ? അപ്പോൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ വി എ മൈനസ് വി ബി എന്ന് എഴുതുന്നു. കുറച്ചും കൂടി സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഈ വി എ മൈനസ് വി ബി എ വി എ ബി എന്ന് വിളിക്കും. വി എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ്. ഇവിടെ WAB കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് അപ് ടു എ ഫ്രം ബി എന്നാണ്. അപ് ടു എ ഫ്രം ബി. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ചിലർ തിരിച്ചെഴുതും, അത് നമ്മൾ പറയുന്നതാണ്. ഇത് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന നൊട്ടേഷൻ എങ്ങനെയാണ്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് അപ് ടു എ ഫ്രം ബി എന്നാണ്. ഓക്കെ, സോ WAB ബൈ Q. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എ വർക്ക് ഡൺ ഹിയർ? വാട്ട് ഈസ് എ വർക്ക് ഡൺ? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, അറിയാലോ. സോ ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻ്റ്, അല്ലേ? അപ്പോൾ ശരിക്കും എഫ് ഡോട്ട് നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ഡോട്ട് എസ്. ഇവിടെ വെക്ടർ ഓഫ് ഡോട്ട് DR ആണ്, അല്ലേ? ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സിന് അഗൻസ്റ്റ് ആയിട്ടാണ്, ഡിവൈഡ് ബൈ Q. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ദിസ് ഈസ് എഫ് DR cos 180. What is cos 180? Because force is acting in this direction, അല്ലേ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. F is equal to QE is acting in this direction, but displacement is in this direction, against ആണ്. ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? ഇങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്നത്, കണ്ടാ? സോ ദാറ്റ് ഈസ് ദി 180, FDR 180 divided by Q. Okay, then this is equal to potential difference
is equal to, what is cos 180? It is minus 1. So minus f dr divided by q. Okay, that is equal to, what is f? Minus qe, f is equal to qe into dr by q. സി ക്യൂവും ക്യൂവും ക്യാൻസൽ ചെയ്താൽ നമുക്ക് പുതിയൊരു റിലേഷൻ കിട്ടുന്നതാണ്. സി വി എ ബിക്ക് വരെ ഞാൻ സിമ്പിളായിട്ട് ഡി വി എന്ന് കൊടുക്കാം. ഡി വി ദിസ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ദെൻ ഡി വി ഈസ് ഈക്വൽ ടു, here we obtained dv is equal to minus e dr. Then what about e? E is equal to, very important relation, e is equal to minus dv by dr. Minus dv by dr. E is equal to minus dv by dr, which means that this is the relation between electric intensity and electric potential. Very important relation, which means that electric intensity is the negative gradient. This is called gradient. Divided by distance is usually called gradient. So the electric intensity is the negative gradient of electric potential. Okay. So electric intensity is the negative gradient of electric potential. ഈ നെഗറ്റീവ് സൈൻ എന്താ മീൻ ചെയ്യുന്നത്? വാട്ട് ഡു യു മീൻ ബൈ ദിസ് നെഗറ്റീവ് സൈൻ? സി നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു എന്നാണ്. അതാണ് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഫീൽഡ് ഇങ്ങോട്ടല്ലേ? ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഫീൽഡ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ പൊട്ടൻഷ്യൽ ഒരു പക്ഷേ ബിയിൽ 2 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 3 വോൾട്ട് ആവും, ഇവിടെ 5 വോൾട്ട് ആവും, ഇവിടെ 10 വോൾട്ട് ആവാം, ഇവിടെ 20 വോൾട്ട് ആവാം, ഇങ്ങനെയെല്ലാം വരും. സോ ഈ രീതിയിലെല്ലാം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ എപ്പോഴും പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അതാണ് നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. ദിസ് നെഗറ്റീവ് സൈൻ. സി ഹിയർ യു ക്യാൻ സീ ദാറ്റ് more potential is at A and less potential is at B. അതാണ് അതിനർത്ഥം കൂടുതൽ വർക്ക് ഇവിടെ ചെയ്യണമെന്നാണ് അർത്ഥം. ഇവിടെ മുതൽ ഇവിടെ വരെ എത്താനായിട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ നെഗറ്റീവ് സൈൻ? ഇറ്റ് ഷോസ് ദാറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് കേട്ടോ, അങ്ങനെ പറയുന്ന കാര്യം. ഓക്കെ, സോ ആ ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിക്രീസസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചില സമയങ്ങളിൽ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നത് ബി ടു എ ആണ് അല്ലേ, എലോങ് ദി ലൈനാണ്. ഈ ലൈനിൽ കൂടെ എങ്ങനെയാണ് നടന്നത്? ചില സമയത്ത് ദി ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി ലൈക്ക് ദിസ്. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെയാണ് വന്നതെന്നിരിക്കട്ടെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇടുന്നത്. പക്ഷേ അത് ശരിക്കും ഇൻറ്റൻസിറ്റിയുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും അറ്റ് ആൻ ആംഗിൾ തീറ്റയിലാണ് വന്നിരിക്കുന്നത്. അറ്റ് ആൻ ആംഗിൾ തീറ്റയിൽ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നെങ്കിൽ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് തീറ്റയാണല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് ബി ആണ്, ഇത് എ ആണെന്ന് സങ്കല്പിക്കുക. സി ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിൻ്റ് ഈസ് ഡി ആർ ആൻഡ് sorry, if the displacement is dr, see displacement dr എന്ന് സങ്കല്പിക്കുക, and this angle is theta അല്ലേ. So we can construct a triangle and ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ എത്തുമ്പോൾ വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് നമ്മൾ നോക്കും. ശരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഈ പോയിന്റിൽ നിന്ന് ഇവിടം വരെ എത്തുന്നു അല്ലേ. ഇവിടം വരെ എത്തുമ്പോൾ ഫൈനൽ പോയിന്റ് ഇതാണ്. സോ വാട്ട് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഷോർട്ടസ്റ്റ്. അപ്പോൾ ഈ ഒരു ലൈൻ കാണണം. ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ.
അപ്പോൾ ആ സമയത്ത് ഇത് ഡി ആർ ആണല്ലേ. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. ഇത് തീറ്റ ആണെങ്കിൽ ദിസ് ഈസ് ആൾസോ തീറ്റ. സോ ദിസ് ഈസ് ഡി ആർ കോസ് തീറ്റ. ഇത് ഡി ആർ കോസ് തീറ്റ. അപ്പോൾ ഇത് ഡി ആർ സൈൻ തീറ്റ എന്ന്. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ഇവിടം വരെ എത്തുമ്പോൾ ഇതിനെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിലാണെങ്കിൽ ഇതിനെ റിസോൾവ് ചെയ്യണം. റിസോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഡി ആർ കോസ് തീറ്റ എന്നും, സൈൻ തീറ്റയുടെ കാര്യമില്ല, കാരണം നമ്മൾ ഷോർട്ടസ്റ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. സോ ഡി ആർ കോസ് തീറ്റ മാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, റിലേഷനിൽ ചെറിയൊരു വ്യത്യാസം വരും. അതായത് നമ്മൾ ഈ എടുത്തതിൽ ഈ ഒരു റിലേഷനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡി ആർ കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡി ആർ കോസ് തീറ്റ എന്ന് ഇവിടെ വരും. അതിൻ്റെ ഈ റിലേഷൻ എല്ലാ സ്ഥലത്തും കോസ് തീറ്റ വരും, ഇവിടെ എല്ലാം വരും. ഈ റിലേഷനിൽ ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡി ആർ കോസ് തീറ്റ. അങ്ങനെ ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ ഒരു റിലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ദിസ് ഈസ് ദി കണ്ടീഷൻ. അങ്ങനെ ഒരു കേസിൽ ഇതാണ് കണ്ടീഷൻ. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റിന് റിസോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻ നിങ്ങൾക്ക് വരുന്നത്. സോ ആ ഒരു കണ്ടീഷനിൽ ഇഫ് the displacement makes an angle theta with the direction of the intensity, then the relation becomes E cos theta is equal to minus dV by dr. Okay, so you can take a screenshot. Okay, thank you.